ഒരു വ്യക്തിക്കുണ്ടായ നാണക്കേട് കാരണം ദേശീയ അവാർഡ് തിരിച്ചു വാങ്ങിയ ചരിത്രം ദേശീയ അവാർഡിനുണ്ടായിട്ടുണ്ട്. അർഹതപ്പെട്ടവരെ മാറ്റി നിർത്തി അല്ലാത്തവർക്ക് അവാർഡ് കൊടുക്കാൻ ഉപയോഗിച്ച പല കള്ളത്തരങ്ങളും ഉൾപ്പെടെ പൈസ വാങ്ങി അവാർഡ് കൊടുത്തവർ ആരൊക്കെയാണെന്നും എങ്ങനെയാണ് ദേശീയ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന രീതിയെന്നും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അറിയാത്തതുമായിട്ടുള്ള ദേശീയ അവാർഡിന്റെ പിന്നിലെ കഥകളെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇതുപോലെ തന്നെ ഓസ്കാർ അവാർഡിന്റെ പിന്നിലെ ആരും അറിയാത്ത കഥകളെക്കുറിച്ച് ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു. കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രാധാന്യമുള്ള അവാർഡുകളിൽ ഒന്നാണ് ദേശീയ അവാർഡ് അഥവാ നാഷണൽ അവാർഡ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ദേശീയ അവാർഡ് കൊടുക്കുന്നത് എന്ന്? മറ്റുള്ള അവാർഡുകളെ പോലെ എന്റർടൈൻമെന്റിന് വേണ്ടിയല്ല ദേശീയ അവാർഡ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ ദേശീയ അവാർഡ് കൊടുക്കുന്നതിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. അതായത് ഇന്ത്യ എന്ന രാജ്യം വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ സംസ്കാരങ്ങളെ സിനിമാറ്റിക് രൂപത്തിൽ മനസ്സിലാക്കുന്നതിനും സൗന്ദര്യവും സാങ്കേതികപരവുമായ മികവും സാമൂഹിക പ്രസക്തിയുമുള്ള സിനിമകളുടെ നിർമ്മാണം രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് സിനിമകൾക്ക് ദേശീയ അവാർഡുകൾ കൊടുക്കുന്നത്. ഇത് ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞ വാക്കുകളാണ്. 1913 ദാദാ സാഹിബ് ഫാൽക്കെ സംവിധാനം ചെയ്ത രാജാ ഹരിശ്ചന്ദ്രയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ. ഈ സിനിമ ആദ്യമായി ബോംബെയിലെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത് മെയ് മാസം 3-ാം തീയതിയായിരുന്നു. അതിന്റെ ഓർമ്മയായിട്ടാണ് എല്ലാ വർഷവും 3-ാം തീയതി ദേശീയ അവാർഡുകൾ കൊടുക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ദേശീയ അവാർഡിന്റെ തുടക്കകാലത്ത് അവാർഡും സിനിമാ വ്യവസായവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലായിരുന്നു. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. 1954 ആദ്യമായി ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ആദ്യത്തെ കുറെ വർഷങ്ങളിൽ രാജ്യത്തെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരവുമായ മൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലാതെ സിനിമകളുടെ പെർഫോമൻസ് കണ്ടിട്ടായിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ 14 വർഷങ്ങൾ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യുന്ന കണ്ടന്റ് പറയുന്ന സിനിമകൾക്ക് മാത്രമായിരുന്നു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അഭിനേതാക്കൾക്കൊന്നും ആ സമയത്ത് അവാർഡുകൾ ഒന്നുമില്ലായിരുന്നു. 100% സിനിമകൾക്ക് മാത്രമായിരുന്നു അവാർഡ്. അതും രാജ്യത്തെ വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും എന്തെങ്കിലും ഗുണം ചെയ്യുന്ന സിനിമകൾക്ക് മാത്രം. 1968 മുതലാണ് മികച്ച നടനും നടിക്കും ഉൾപ്പെടെ അഭിനേതാക്കൾക്ക് അവാർഡ് കൊടുത്തു തുടങ്ങുന്നത്. ഈ ദേശീയ അവാർഡിലെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന്റെ പേരുകൾ. അതായത് ദേശീയ അവാർഡിന് ഓരോ കാലത്തും ഓരോരോ പേരുകളായിരുന്നു. 1954 ദേശീയ അവാർഡ് തുടങ്ങിയ സമയത്ത് സ്റ്റേറ്റ് അവാർഡ് ഫോർ ഫിലിംസ് എന്നായിരുന്നു അവാർഡിന്റെ പേര്. എന്നാൽ 1968 മുതൽ 70കളുടെ അവസാനം വരെ ഇതിന് ഭരത് അവാർഡ് എന്ന് വിളിച്ചിരുന്നു. ആ കാലയളവിൽ ദേശീയ അവാർഡ് കിട്ടിയിരുന്ന പലരെയും ഭരത് എന്ന പേര് ചേർത്ത് വിളിച്ചിരുന്നു. അതിനുദാഹരണമാണ് ഭരത് ഗോപി. 1977 കൊടിയേറ്റം എന്ന സിനിമയ്ക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് അഥവാ ഭരത് അവാർഡ് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരിനോട് ഭരത് എന്ന പേര് ചേർത്ത് വിളിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീട് അർഹതപ്പെടാത്ത പല ആളുകൾക്കും ദേശീയ അവാർഡ് കിട്ടാൻ തുടങ്ങി. ഉദാഹരണത്തിന് 1990 പെരുന്തച്ചൻ എന്ന സിനിമയിൽ തെലുങ്കിന് കിട്ടേണ്ട നാഷണൽ അവാർഡ് അഗ്നിപഥ് എന്ന സിനിമയ്ക്ക് അമിതാഭ് ബച്ചന് കൊടുത്തു. എന്തിനു പറയാൻ, 2023 മികച്ച നടനുള്ള ദേശീയ അവാർഡ് അല്ലു അർജുൻ വാങ്ങിയപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പലരും അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കാരണം അതിനേക്കാൾ മികച്ച നടന്മാർ ആ വർഷം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും വിക്കി കൗശലിന്റെ സർദാർ ഉദ്ധം സിംഗ്, ആര്യയുടെ സർപ്പാട്ട പരമ്പരൈ, സൂര്യയുടെ ജയ് ഭീം, ധനുഷിന്റെ കർണൻ തുടങ്ങിയ ഒരുപാട് മികച്ച പെർഫോമൻസുകൾ ആ വർഷം ഉണ്ടായിരുന്നു. എന്നാൽ ദേശീയ അവാർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട അവാർഡുകളിൽ ഒന്നായിരുന്നു 2004 ഹം തും എന്ന സിനിമയ്ക്ക് സെയ്ഫ് അലി ഖാന് ലഭിച്ച മികച്ച നടനുള്ള ദേശീയ അവാർഡ്. കമൽഹാസന്റെ വിരുമാണ്ടി, മമ്മൂട്ടിയുടെ കാഴ്ച, ഷാരൂഖ് ഖാന്റെ സ്വദേശ്, ഹൃതിക് റോഷന്റെ ലക്ഷ്യ എന്നീ സിനിമകളെ പരസ്യമായി അവഗണിച്ചിട്ടാണ് സെയ്ഫ് അലി ഖാന് ദേശീയ അവാർഡ് കിട്ടിയത്. ആ വർഷം സെയ്ഫ് അലി ഖാന്റെ സ്വന്തം അമ്മ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ജൂറി മെമ്പർമാരായി ഉണ്ടായിരുന്നു. സ്വന്തം മകൻ അവാർഡ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടതല്ലേ? എന്നാൽ പക്ഷെ എല്ലാവർക്കും അറിയാം സെയ്ഫ് അലി ഖാന് കിട്ടിയ ദേശീയ അവാർഡ് വെറും ഊടായ്പായിരുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അവാർഡ് കൊടുക്കുന്നത്? എങ്ങനെയാണ് ദേശീയ അവാർഡ് തിരഞ്ഞെടുക്കുന്നത്? നമ്മളിൽ പലരും ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് കുറെ ആളുകൾ ഒരുപാട് സിനിമകൾ കാണുന്നു, എന്നിട്ട് അതിൽ നിന്നും നല്ലത് തിരഞ്ഞെടുത്ത് അവാർഡ് കൊടുക്കുന്നു എന്നാണ്. എന്നാൽ സംഭവം അങ്ങനെയൊന്നുമല്ല. ഇവിടെയാണ് നമ്മുടെ തെറ്റിദ്ധാരണ സംഭവിക്കുന്നത്. അതായത് ഒരു ദേശീയ അവാർഡ് കൊടുക്കുന്നതിന് ഒരുപാട് വലിയ കടമ്പകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാം. ദേശീയ അവാർഡിന് പ്രധാനമായും 2 ടയർ കാറ്റഗറി ഉണ്ട്. 1 ഫീച്ചർ ഫിലിം, 2 നോൺ ഫീച്ചർ ഫിലിം. ഫീച്ചർ ഫിലിം എന്ന് വെച്ചാൽ CBFC അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പറയുന്നതനുസരിച്ച് 72 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള എല്ലാ സിനിമകളും ഫീച്ചർ സിനിമകളാണ്. നോൺ ഫീച്ചർ സിനിമകൾ എന്ന് വെച്ചാൽ ഡോക്യുമെന്ററി പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് തൽക്കാലം ഫീച്ചർ ഫിലിം മാത്രം നോക്കാം. ദേശീയ അവാർഡ് തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് റീജിയണൽ ജൂറികളുണ്ട്. ഇന്ത്യയെ 4 റീജിയനായി തരംതിരിക്കാം: സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്. ഇതിൽ സൗത്ത് റീജിയൻ മാത്രം 2 എണ്ണമുണ്ട്: സൗത്ത് 1, സൗത്ത് 2. സൗത്ത് 1-ൽ മലയാളം, തമിഴ് സിനിമ ഉൾപ്പെടുന്നു. സൗത്ത് 2-ൽ കന്നഡ, തെലുഗു, തുളു എന്നീ സിനിമകൾ ഉൾപ്പെടുന്നു.
ഈസ്റ്റേൺ റീജിയനിൽ വരുന്ന സിനിമകളാണ് ബംഗാളി, ആസാം, ഒഡിയ തുടങ്ങിയ നോർത്ത് ഈസ്റ്റ് ഭാഷകളിലെ സിനിമകൾ. വെസ്റ്റേൺ റീജിയനിൽ വരുന്ന സിനിമകളാണ് മറാത്തി, കൊങ്കണി, ഗുജറാത്തി, ഹിന്ദി സിനിമകൾ. ഇനി നോർത്തേൺ റീജിയനിൽ വരുന്ന സിനിമകളാണ് ഇന്ത്യൻ ഇംഗ്ലീഷ്, ഭോജ്പൂരി, പഞ്ചാബി, സെൻട്രൽ ഇന്ത്യൻ ഭാഷകളിലെ സിനിമകൾ. ഇവിടെ പറഞ്ഞ ഓരോ റീജിയനിലും 5 ജൂറി അംഗങ്ങളുണ്ട്. അതിൽ ഒരു ചെയർപേഴ്സണും 4 മെമ്പർമാരും ഉൾപ്പെടുന്നു. ഈ പറഞ്ഞ ഓരോ റീജിയനിലെയും ജൂറികൾ അവരുടെ കീഴിലുള്ള സിനിമകൾ മാത്രമേ കാണൂ, അല്ലാതെ മറ്റുള്ള സിനിമകൾ ഒന്നും കാണില്ല. അങ്ങനെ ഈ 4 റീജിയനിലെ ജൂറികൾ അവരുടെ കീഴിലുള്ള സിനിമകൾ കണ്ട് അതിൽ നിന്നും നല്ലത് തിരഞ്ഞെടുത്ത് സെൻട്രൽ പാനലിലേക്ക് അയക്കുന്നു. ഈ സെൻട്രൽ പാനലിൽ 11 ജൂറിമാരുണ്ട്. അതിൽ ഒരു ചെയർപേഴ്സണും 10 മെമ്പർമാരും ഉൾപ്പെടുന്നു. അങ്ങനെ സെൻട്രൽ പാനലിലെ ജൂറികളാണ് അവർക്ക് ഈ 4 റീജിയനിൽ നിന്നും കിട്ടിയ സിനിമകൾ കണ്ട് അതിൽ നിന്നും മികച്ചത് തിരഞ്ഞെടുത്ത് അവാർഡ് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ സെൻട്രൽ പാനലിലേക്ക് അയച്ച സിനിമകളിൽ ഏതെങ്കിലും ചില നല്ല സിനിമകൾ റീജിയണൽ ജൂറിമാർ മനഃപൂർവ്വമോ അല്ലാതെയോ അയക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ സെൻട്രൽ പാനലിന് നേരിട്ട് ആ സിനിമകൾ സെലക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ ഈ സെൻട്രൽ പാനൽ ജൂറിമാരെ നിയമിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയമാണ്. അതിനെ പിന്താങ്ങുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ് എന്നിവർ ചേർന്നാണ്. എന്നാൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദേശീയ അവാർഡ് എന്നത് ആദ്യമൊക്കെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ഉയർച്ചയ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടി ആയിരുന്നെങ്കിലും ഇന്നെല്ലാം രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം സിനിമ എന്ന ദൃശ്യമാധ്യമത്തിന് വ്യത്യസ്ത തലത്തിലുള്ള ആളുകളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ആശയം ആളുകളിലേക്ക് നേരിട്ട് പറയുന്നതിലും ഏറ്റവും നല്ല മാർഗമാണ് അതൊരു സിനിമ എന്ന ദൃശ്യമാധ്യമമാക്കി ആളുകളിൽ എത്തിക്കുന്നത്. സിനിമയുടെ പ്രത്യേകത എന്താ? ഒരു ദൃശ്യം മനസ്സിൽ പതിയുന്ന ആഴത്തിൽ മറ്റൊന്നും പതിയില്ല. ഇന്ത്യ എന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന 2 കാര്യങ്ങളാണ് രാഷ്ട്രീയവും മതവും. അതുകൊണ്ട് തന്നെ ഈ 2 കാര്യങ്ങളാണ് ഇന്ന് ആർക്ക് ദേശീയ അവാർഡ് കിട്ടണം കിട്ടരുതെന്ന് നിയന്ത്രിക്കുന്നത്. അങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഉദാഹരണത്തിന് 5 വർഷം കൂടുമ്പോൾ മാറി മാറി ഭരിക്കുന്ന സർക്കാരിന് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി വോട്ട് ബാങ്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ പോലുള്ള ഒരു പ്രത്യേക സമയങ്ങളിൽ ആളുകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സിനിമകൾ എല്ലാ നാട്ടിലും നിർമ്മിക്കാറുണ്ട്. ഇനി ചില നാട്ടിലെ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടി അവിടെയുള്ള സിനിമകൾക്ക് പ്രത്യേകം അവാർഡുകൾ കൊടുക്കാറുണ്ട്. 2024 തെലങ്കാന ഇലക്ഷൻ മുൻകൂട്ടി കണ്ട് 2023 നല്ലൊരു ശതമാനം അവാർഡുകളും തെലുഗു സിനിമകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലു അർജുന്റെ ദേശീയ അവാർഡും ചിരഞ്ജീവിക്ക് കൊടുത്ത പത്മ അവാർഡുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ഓരോ മതത്തിൽപ്പെട്ട ആളുകളെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി ചില സിനിമകൾ നിർമ്മിക്കുകയും അവാർഡുകൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇത് ഒരു പാർട്ടി മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും ചെയ്യുന്ന ഒരു പൊതുവായ കാര്യമാണ്. 2018 ഇന്ത്യൻ പ്രസിഡന്റ് വിതരണം ചെയ്യേണ്ട ദേശീയ അവാർഡ് പ്രസിഡന്റ് കൊടുക്കില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ഫഹദ് ഫാസിൽ ഉൾപ്പെടെ 70ഓളം ആളുകൾ അവാർഡിൽ നിന്നും വിട്ടുനിന്നിരുന്നു. എന്നാൽ ആ സമയത്ത് വാക്കുമാറ്റി പറഞ്ഞ യേശുദാസ്, ജയരാജ് എന്നിവർ അവാർഡ് വാങ്ങാൻ പോയതിനെ ചൊല്ലി അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് വല്ലവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്ന ഒരു ശരിയല്ലല്ലോ. ഈ വർഷം എന്തുകൊണ്ട് പെട്ടെന്ന് അത് മാറി? അത് മാത്രമേ. സിനിമയിലും ദേശീയ അവാർഡിലും പല ഗവൺമെന്റുകളും രാഷ്ട്രീയ പാർട്ടികളും ഇടപെടാൻ തുടങ്ങിയപ്പോൾ അതിന്റെ മൂല്യം നഷ്ടപ്പെടാൻ തുടങ്ങി. പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായും ആശയപരമായി വിയോജിപ്പുള്ള ആളുകൾ ചില സിനിമകളെയും വ്യക്തികളെയും ദേശീയ അവാർഡ് കിട്ടാതിരിക്കാൻ പിറകിൽ നിന്നും ഒരുപാട് കളികൾ കളിച്ചിരുന്നു. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഒരു സിനിമയിൽ 9 വ്യത്യസ്ത റോളുകൾ വരെ ചെയ്തിട്ടുള്ള ശിവാജി ഗണേശനെ പോലുള്ള വലിയ നടന് ദേശീയ അവാർഡ് ചിലർ തടസ്സപ്പെടുത്തിയത്. അതുകൂടാതെ കർണൻ, ജയ്ഭീം പോലുള്ള സിനിമകളിലെ വെട്ടിത്തുറന്നു പറയുന്ന രാഷ്ട്രീയം ചില ആളുകളെ ചൊടിപ്പിച്ചിരുന്നു. രാഷ്ട്രീയം മാത്രമല്ല, നാണക്കേടിന്റെ പ്രശ്നം കൊണ്ട് പോലും പലരും അവാർഡ് അട്ടിമറിച്ചിട്ടുണ്ട്. മിക്കതും ബോളിവുഡിന് വേണ്ടിയായിരുന്നു അട്ടിമറി നടന്നിട്ടുണ്ടായിരുന്നത്. 2016 മികച്ച നടനുള്ള ഫൈനലിൽ വന്ന 2 നടന്മാരായിരുന്നു ജയസൂര്യയും അമിതാഭ് ബച്ചനും. എന്നാൽ അഭിനയിച്ച സിനിമകളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ജയസൂര്യ ആയിരുന്നു അമിതാഭ് ബച്ചനേക്കാൾ മുൻപിലുണ്ടായിരുന്നത്. ലൂക്ക ചുപ്പി, സൂസു സുധി വാൽമീകം എന്നീ 2 സിനിമകളിലെ അഭിനയം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. എന്നാൽ അമിതാഭ് ബച്ചന്റെ സിനിമയിലെ അഭിനയം അത്ര ഗംഭീരമായ ഒന്നുമല്ലായിരുന്നു. ഒടുവിൽ പക്ഷേ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടൻ അമിതാഭ് ബച്ചനും ജയസൂര്യയ്ക്ക് സ്പെഷ്യൽ മെൻഷനുമാണ് കിട്ടിയത്. അമിതാഭ് ബച്ചനെ പോലുള്ള ഒരു വലിയ താരത്തെ തോൽപ്പിച്ച് ജയസൂര്യ എന്ന യുവനടൻ അവാർഡ് വാങ്ങിയാൽ ബോളിവുഡിനും അമിതാഭ് ബച്ചനും കിട്ടാവുന്ന ഏറ്റവും വലിയ നാണക്കേടായിരുന്നു അത്. അതിനുവേണ്ടിയാണ് അവസാന നിമിഷം അവാർഡ് അട്ടിമറിച്ചത് എന്ന് ആ സമയത്ത് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുപോലെ തന്നെ അമിതാഭ് ബച്ചന്റെ മിക്ക ദേശീയ അവാർഡും അട്ടിമറിക്കപ്പെട്ടവയാണെന്ന് മുൻപ് ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത് വലിപ്പ ചെറുപ്പമാണ്. വലിയ ഇൻഡസ്ട്രി, ചെറിയ ഇൻഡസ്ട്രി, വലിയ നടൻ, ചെറിയ നടൻ, ഇങ്ങനെയുള്ള കമ്പാരിസനാണ് ദേശീയ അവാർഡുകൾ അട്ടിമറിക്കാൻ പ്രേരിപ്പിക്കുന്ന സംഭവങ്ങൾ. പേരൻപ് എന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് ദേശീയ അവാർഡ് കൊടുത്തില്ല എന്ന് ജൂറിയോട് ഒരാൾ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ മിണ്ടാതിരിക്കുന്ന ജൂറിയുടെ ക്ലിപ്പുകളെല്ലാം അന്ന് വൈറലായിരുന്നു. കഴിഞ്ഞ ഏതാനും ചില വർഷങ്ങളിൽ ജൂറിയിലെ അംഗങ്ങളുടെ മക്കൾക്കും സുഹൃത്തുക്കൾക്കും സ്വന്തം നിർമ്മാണത്തിലെ സിനിമകൾക്കും തുടങ്ങിയ ഒരുപാട് ആളുകൾക്ക് അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ രീതിയിൽ എത്രയൊക്കെ അവാർഡുകൾ വാങ്ങിയാലും പ്രേക്ഷകരുടെ മുൻപിൽ ഇവരെല്ലാവരും അർഹതയില്ലാത്തവർ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ദേശീയ അവാർഡ് എന്ന പ്രഹസനത്തിനേക്കാൾ ഏറ്റവും നല്ലത് പ്രേക്ഷകർ തരുന്ന അവാർഡ് തന്നെയാണെന്ന് പല നടീനടന്മാരും ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്.
എന്നാൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡുകൾ വാരിക്കൂട്ടിയത് ബംഗാളി സിനിമകളാണ്. 2ാം സ്ഥാനത്തുള്ളത് നമ്മുടെ സ്വന്തം മലയാള സിനിമയാണ്. വൈകാതെ തന്നെ മലയാള സിനിമ 1ാം സ്ഥാനത്തേക്ക് മാറുകയും ചെയ്യും. ദേശീയ അവാർഡുകളിലെ ഇപ്പോഴത്തെ മാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.